യൂദാസ് കർത്താവിനെ 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുത്തായിരുന്നു. അതിലൊരു വെള്ളിക്കാശ് നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് ആ വെള്ളിക്കാശ്, ആ 30-1. അപ്പൊ യൂദാസ് ഈ നാണയത്തിന് മോഹിച്ചാണ് നമ്മുടെ പാവം കർത്താവിനെ ഒറ്റുകൊടുത്തത്. നാണയങ്ങൾ ചരിത്രത്തിന്റെ നേർസാക്ഷികളാണ്. ഇവിടെ ഇരിക്കുന്ന നാണയങ്ങൾ മുഴുവനും ചരിത്രത്തിന്റെ നേർസാക്ഷികളാണ്. വീരമൃത്യു വരിച്ച പഴശ്ശി തമ്പുരാന്റെ മരണം ഓർമ്മിപ്പിക്കുന്ന നാണയമാണിത്. ഇതാണ് ഇന്ന് നിലവിലിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നാണയങ്ങളിലൊന്ന്. ഓസ്ട്രേലിയയുടെ രാജ്ഞിയാണ് അതിൽ ആലേഖനം ചെയ്തേക്കുന്നത്. മറു സൈഡിൽ അവരുടെ ദേശീയ പക്ഷി കുകാബുറ. 2300 വർഷം പഴക്കമുള്ള നാണയങ്ങളാണ് ആ കാണുന്നത്. ആ രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ അവരുടെയൊക്കെ കാലഘട്ടത്തിലെ നാണയം. ചേര നാണയം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ നാണയവും ഏറ്റവും ചെറിയ നാണയം ഒരു ബോക്സിനകത്തുണ്ട്. ജർമ്മനിയുടെ നാണയമാണ്. അവരുടെ ഫുട്ബോൾ മത്സരം നടന്നപ്പോൾ അവരിറക്കിയ നാണയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാണയങ്ങളിൽ ഒന്ന്. നാണയത്തിനകത്ത് തന്നെ നമുക്കൊരു റെഡ് കാർഡ് പിടിച്ച റഫറിയെ കാണാം, ഒരു ഗോൾ പോസ്റ്റ് കാണാം. സൂക്ഷിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗാന്ധാരവും വിജയനഗർ. ഇന്ന് കാണുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ നാണയം വിജയനഗരത്തിൽ. പ്രത്യേകിച്ച് സ്വർണ്ണമാണ്. 3 സ്വർണ്ണ നാണയങ്ങളാണ്. സ്വർണ്ണമാണ്. അതായത് അവിടെ ഇല്ലാത്ത നാണയങ്ങൾ നമ്മളിലുണ്ട്. അവരുടെ ഓരോ നാണയങ്ങളിലും അക്കാലങ്ങളിൽ അരിവാൾ ചുറ്റുക നക്ഷത്രം ആലേഖനം ചെയ്തിരുന്നു. നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ അരിവാൾ ചുറ്റുക. അത് എല്ലാ നാണയങ്ങളും കമ്പൽസറി ആയിട്ട് ചെയ്തിരുന്നു. നേരത്തിലെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക വ്യക്തിയാണ്. അതായത് 2300 വർഷം പഴക്കമുള്ള നാണയങ്ങൾ വരെ കളക്ഷനായിട്ട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തി. നമുക്ക് ആളെ പരിചയപ്പെടാം. ചേട്ടാ, വെൽക്കം ടു അവർ ഷോ. പേര് ഒന്ന് പറഞ്ഞാട്ടെ. എന്റെ പേര് എം ശ്രീകുമാരൻ നായർ എന്നാണ്. ഞാൻ എന്റെ ചെറുപ്പം മുതലേ നാണയ കളക്ഷനാണ് എന്റെ ഒരു ഹോബി. അതായത് നമ്മുടെ മഹാഭാരതത്തിലെ ഗാന്ധാരം, നമ്മുടെ ഗാന്ധാരിയുടെ ആ കാലഘട്ടത്തിലെ നാണയം വരെ ഇതിനകത്തുണ്ട്. ചോളന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും ഹിറ്റ്ലറിന്റെയും തിരുവിതാംകൂറിന്റെയും അങ്ങനെ നമുക്കടുത്ത ഒരുപാട് ചരിത്രമാണ് എന്റെ പുറകിൽ ഈ ചെവരിൽ ഒളിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ ചാനലിൽ അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ചേട്ടൻ തന്നെ പറഞ്ഞിരുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. 2300 വർഷം പഴക്കമുള്ള നാണയങ്ങളാണ് ആ കാണുന്നത്. അത് പഞ്ചുമാർക്ക് നാണയങ്ങൾ എന്ന് പറയും. നാണയത്തിന്റെ ലോഹങ്ങൾ ഉരുക്കിയതിന് ശേഷം പാറയിൽ അച്ചുണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് ഒഴിച്ചതിന് ശേഷം അതിനെ ഇളക്കിയെടുത്തിട്ട് അതിൽ ചില പഞ്ചുകൾ ചെയ്യും. അതിൽ മഴു, മല, ആനത്തോട്ടി, വൈഷ്ണവ ചിഹ്നങ്ങളൊക്കെയാണ് ആ പഞ്ചുമാർക്ക് നാണയങ്ങളിൽ കാണുന്നത്. ഈ 2300 വർഷം പഴക്കമുള്ള നാണയം ചേട്ടൻ എങ്ങനെയാ കിട്ടുന്നത്? ഞാൻ ഈ നാണയം ആണ് എന്നുള്ള രീതിയിൽ എനിക്ക് തന്നിട്ടില്ല. നാണയങ്ങളാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഞാൻ എൻ്റെ ജോലി വെറ്ററിനറി പ്രാക്ടീസ് ആണ്. അങ്ങനെ എനിക്ക് ഒരുപാട് വീടുകളുമായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെല്ലുന്ന വീടുകളിലൊക്കെ ചോദിക്കും, നിങ്ങളിൽ പഴയ നാണയങ്ങൾ ഉണ്ടോന്ന് ചോദിക്കും. പഴയ നാണയങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ തിരുവിതാംകൂറിന്റെ നാണയങ്ങളാണ്. പക്ഷെ അവർ കൊണ്ടുവരുമ്പോൾ ചില വീടുകളിൽ നിന്ന് വളരെ പഴക്കമുള്ള ഈ പഞ്ചുമാർക്ക് നാണയങ്ങള്, ഹിറ്റ്ലറുടെ നാണയങ്ങള്, രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ, ഗംഗൈകൊണ്ട ചോളൻ, അതേപോലെ ഇങ്ങനെയുള്ള വളരെ പഴക്കമുള്ള നാണയങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് ആ നാണയങ്ങളാണോ എന്ന് പോലും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഈ 2300 വർഷം പഴക്കമുള്ള നാണയം ഈ ചുമരിൽ എത്തിയത്. ആക്സിഡന്റ് കയ്യിലെത്തിയതാണ് അല്ലേ? കയ്യിലെത്തിയതാണ്. ശരി, നമുക്കത് ആ നാണയം ഒന്ന് കാണാം ആദ്യം. ശതവാഹന നാണയങ്ങൾ ഇങ്ങോട്ട് വന്നാമല്ലേ? ശതവാഹന നാണയങ്ങൾ അതെന്താ ഉദ്ദേശിക്കുന്നത്? ശതവാഹന നാണയങ്ങളിലെ ഒരു പ്രത്യേക നാണയമാണ് ശതവാഹന നാണയം. അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ നാണയങ്ങളെല്ലാം ലെഡാണ്, ഈയത്തിൽ നിർമ്മിച്ച നാണയങ്ങളാണത്. നാണയങ്ങളിൽ കുറച്ച് നാണയങ്ങൾ മാത്രമേ ആ കാലഘട്ടത്തിൽ ഈയത്തിൽ നിർമ്മിച്ചിട്ടുള്ളൂ. അതിലൊന്നാണ് ശതവാഹന നാണയം. പിന്നെ അതേപോലെ ഗ്രീക്ക് നാണയം, മഹാരഥി നാണയവും ലെഡ് കോയിനാണ്. ഈ ഗ്രീക്ക് നാണയം വല്ല അത്ഭുതമാട്ടെ. കാരണം ഈ ഗ്രീക്ക് മിത്തോളജി ഇപ്പൊ ശരിക്കും ഗ്രീക്കുകാർ കുറവല്ലേ? കുറവാണ്. ഗ്രീക്കുകാരുണ്ട്, കുറവാണ്. ഇത് കുഷാന നാണയങ്ങളാണ്. അതിൽ പരമശിവൻ പശുവിൽ ചാരി നിൽക്കുന്ന ആണ് അതിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. പിന്നെ ക്ഷത്രപ നാണയം, പിന്നെ അത് കഴിഞ്ഞാൽ ഉജ്ജയിനി നാണയം. ഇത് ചോള നാണയം. അതായത് നമ്മുടെ രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ അവരുടെയൊക്കെ കാലഘട്ടത്തിലെ നാണയം. ചോളന്മാര് അവരുടെ നാണയത്തിൽ വെള്ളി ഉൾപ്പെടുത്തി ആ ചോള വെള്ളി നാണയങ്ങളാണ് ആ കാണുന്നത്. ഇത് കുഷാന നാണയങ്ങളാണ്. കുഷാന നാണയങ്ങളുടെ ഒരു പ്രത്യേകത മറ്റു നാണയങ്ങളെ പോലെ ചെമ്പ് നാണയങ്ങളാണ് എന്ന് വരികിലും പരമശിവൻ പശുവിൽ ചാരി നിൽക്കുന്ന ആണ് അതിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. അപ്പൊ ശിവന്റെ മുദ്ര ഉള്ളൊരു നാണയമാണ് ഇത്, കുഷാന നാണയം. ശരി, നമ്മളിപ്പോ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഉജ്ജയിനി നാണയം. ഉജ്ജയിനിയുടെ സിമ്പൽ എന്ന് പറയുന്നത് ആലാണ്. ആൽമരമാണ്. ഇതിൽ നമുക്ക് ആല് കാണാൻ പറ്റും. ബോധിവൃക്ഷം അതിൽ കാണാം. ഈ ഗദ്ദിയ നാണയം ഉദ്ദേശിക്കുന്നത്? ഗദ്ദിയ നാണയം ആ പ്രദേശത്തിരുന്ന രാജാക്കന്മാരുടെ നാണയങ്ങളാണ് ഗദ്ദിയ നാണയം.
ചോള അത് നാണയം കഴിഞ്ഞ് സംഘകാല ചേര നാണയം. ചേര നാണയം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അന്നും ഇന്നും ആ കാലഘട്ടത്തിലെ നാണയമാണ് ചേര നാണയങ്ങൾ. അത് കഴിഞ്ഞാൽ കാണുന്നതാണ് ചോള നാണയം. രാജരാജ ചോളൻ ഇതാണ് ഒരു ഓർഡർ അല്ലേ? അതായത് ഏറ്റവും പഴമയിൽ നിന്ന് 2300 വർഷം തൊട്ട് ഇങ്ങോട്ട് വരുന്ന നാണയങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു ഇവോൾവേഷൻ. ആദ്യം ഇങ്ങനെയായിരുന്നു, പിന്നെ അത് മാറി അടുത്ത ഓരോ കാലഘട്ടത്തിൽ നമ്മളെ പുരാണങ്ങളിൽ പറയുന്ന ഹർഷപണം എന്ന് പറയുന്നതാണ് ഈ പഴക്കമുള്ള നമ്മളെ ഈ പഞ്ചുമാർക്ക് നാണയം. ഓക്കെ. ഈ ചോളന്മാരുടെ നാണയത്തിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. അത് കാരണം അവരുടെ ദൈവം എണീറ്റ് നിൽക്കുന്നതാണ് അതിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് മറു സൈഡിൽ രാജരാജ എന്ന് എഴുതിയിട്ടുണ്ട്. രാജരാജ ചോളനാണെങ്കിൽ രാജരാജ എന്ന് എഴുതും. ഗംഗൈകൊണ്ട ചോളനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ ഭാഗം അതിൽ ആലേഖനം ചെയ്യും. നമ്മളിപ്പോ ഈ നാണയം നോക്കുന്നത് ഭയങ്കര സിമ്പിൾ ആണ്, കുഴപ്പമില്ല, ഇത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. പക്ഷെ ഇത് അല്ല, ഇഷ്ടംപോലെ അത് വരയും കുറിയൊക്കെ വളരെ കൂടുതലാണ് ചോള നാണയങ്ങളിൽ. ഇതെന്താ? കോപ്പറാണ്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെക്കേ ഇന്ത്യയിൽ വെള്ളി ദുർലഭമായിരുന്ന അവസരത്തിൽ പോലും ചോള രാജാക്കന്മാരുടെ നാണയ വ്യവസ്ഥയിൽ അവർ വെള്ളി ഉൾപ്പെടുത്തിയിരുന്നു. ആ വെള്ളി നാണയമാണ് ആ കാണുന്നത്. ഈ മുകളിൽ കാണുന്ന 2 നാണയങ്ങൾ വെള്ളി നാണയമാണ്. 100 വർഷത്തിന് മുമ്പുള്ള വെള്ളി നാണയങ്ങളാണ് ആ കാണുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ നാണയവും ഏറ്റവും ചെറിയ നാണയം ഒരു ബോക്സിനകത്തുണ്ട്. ഇതിൽ ഏറ്റവും വലിയ നാണയം ചേട്ടാ ഇതേതാ? ഈ നാണയം ഇത് ജർമ്മനിയുടെ നാണയമാണ്. അവിടെ ഫുട്ബോൾ മത്സരം നടന്നപ്പോൾ അവരിറക്കിയ നാണയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാണയങ്ങളിൽ ഒന്ന്. നിങ്ങൾ കാണുന്നുണ്ടല്ലേ, ഏറ്റവും വലിയ നാണയത്തിനകത്ത് തന്നെ നമുക്കൊരു റെഡ് കാർഡ് പിടിച്ച റെഫറിയെ കാണാം, ഒരു ഗോൾ പോസ്റ്റ് കാണാം, ഗോൾ അടിക്കാൻ കിടക്കുന്ന ഒരു ചേട്ടനെ കാണാം, വേറെ 2 പേരെ കാണാം. ഇനി ഏറ്റവും ചെറിയ നാണയം ഞാൻ കാണിച്ചു തരാം. അത് സൂക്ഷിച്ച് നോക്കണം. സൂക്ഷിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗാന്ധാരവും വിജയനഗർ. ഈ ഗാന്ധാരം ചേട്ടാ നമ്മുടെ ഇന്നത്തെ കണ്ടഹാർ, നമ്മുടെ മഹാഭാരതത്തിലെ അവിടുന്നാണ് ഗാന്ധാരിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്നത്. ആളെ മനസ്സിലായി. നമ്മുടെ ഭർത്താവിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് സ്വന്തം കണ്ട് കെട്ടിയ നമ്മുടെ ഗാന്ധാരി ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയ ഒരു വൈഫ് ഗാന്ധാരി. പുള്ളിക്കാരുടെ അന്ധകാലത്തിലെ നാണയമാണ് ഇതാണ് കാണുന്നത്. വിജയനഗർ. അത് പറഞ്ഞു ഏറ്റവും ചെറിയ ഇത് വിജയനഗരം. ലോകത്തിലെ ഏറ്റവും ഇന്ന് കാണുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ നാണയം വിജയനഗരത്തിന്. എങ്ങനെ സൂക്ഷിക്കുക ഈ നാണയം? വളരെ അന്നത്തെ ആൾക്കാർ അത്ര വളരെ ഭദ്രമായിട്ടും പവിത്രമായിട്ടും സൂക്ഷിച്ചിരുന്നു. അല്ലെ, നമ്മളൊരു നാണയം പറയുമ്പോൾ ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോക്കറ്റ് വെക്കാനോ കെട്ടി വെക്കാൻ പറ്റും. ഇതെങ്ങനെ നമ്മൾ കൈ കൊണ്ടുപോകും? സ്വർണ്ണ നാണയമാണ്, പ്രത്യേകിച്ച് സ്വർണ്ണമാണ്. 3 സ്വർണ്ണ നാണയങ്ങളാണ്. ഇത് സ്വർണ്ണമാണ്. അപ്പൊ ഇത് എങ്ങനെ മണ്ണി വീഴുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മണ്ണ് വീഴുന്നത് കയ്യിൽ നിന്ന് പോകുന്നതല്ലാതെ തിരിച്ചു കിട്ടില്ല. ഇത് ഏറ്റവും ഡേഞ്ചറസ് നാണയമാണ്. കാരണം ഏറ്റവും പൊടിയുമാണ്, ഇത് സ്വർണ്ണവുമാണ്. ഇത് കഷ്ടായി പോയി കേട്ടോ, കഷ്ടായി പോയി. പല്ലവന്മാരുടെ ആസ്ഥാനം അവിടെയായിരുന്നു. അവരുടെ നാണയങ്ങളാണ് പല്ലവ നാണയം. ഇതിന് ഓരോ നാണയങ്ങളിലും പല്ലവ ചക്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. അതാണ് ഈ നാണയങ്ങളിലുള്ള പ്രത്യേകത. അടിപൊളി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് പണ്ട് ഈ നാണയം ഇപ്പോഴത്തെ നമ്മുടെ പൈസ ചളക്കാൻ പറ്റുമോ? ഇതൊക്കെ എത്ര രൂപ വരും? അല്ല, ഇത് നമുക്ക് അതൊരു കമ്പയർ സ്റ്റഡി, ഒരു താരതമ്യ പഠനം അത് ഇതുമായിട്ട് നടത്താൻ പറ്റൂല. കാരണം തിരുവിതാംകൂറിന്റെ ഒരു കാശ് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് നമുക്ക് അരപ്പാൻ കിട്ടും. അരപ്പാൻ വെച്ചാൽ പലവ്യഞ്ജനങ്ങള് ഒരു ദിവസത്തേക്കുള്ള. ഇന്ന് ആ ഒരു കാശും ഇന്നത്തെ പൈസയും തങ്ങളിൽ ഒരു താരതമ്യം ചെയ്ത് കാണാൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് നമുക്ക് പലവ്യഞ്ജനം വാങ്ങണമെങ്കിൽ കുറഞ്ഞത് 1000 രൂപയെങ്കിലും വേണ്ടേ? 2 രൂപയെങ്കിലും വേണം. അന്ന് 1 രൂപയിലെ 445 കാശാണ് 1 രൂപ. അതിലെ ഒരു കാശ് കൊടുത്തു കഴിഞ്ഞാൽ പലവ്യഞ്ജനം കിട്ടും. അതായത് ഇന്നത്തെ നമ്മുടെ 1 രൂപയ്ക്ക് കിട്ടുന്നത് പോലെ. ഇത് ലോകരാഷ്ട്ര നാണയങ്ങളാണ്. ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലൊക്കെ നാണയം. അതായത് ഇപ്പൊ ഈ നാണയങ്ങളാണ് ഇതല്ലോ ഉപയോഗിക്കുന്നത്. ഇല്ല. ഇപ്പൊ ഈ നാണയങ്ങൾ അവിടെ ആ രാജ്യത്ത് ഇപ്പൊ ഇല്ല. അതായത് അവിടെ ഇല്ലാത്ത നാണയങ്ങൾ നമ്മളതിലുണ്ട്. ഇത് ഈ കാണുന്ന മുഴുവൻ റഷ്യൻ റൂബിളാണ്. ഇപ്പൊ അത് അവിടെ ഇല്ല. അവരുടെ നേതാക്കന്മാരായിട്ടുള്ള സ്റ്റാലിൻ, ലെനിൻ മുതലായ ആൾക്കാരുടെ ആലേഖനം ചെയ്ത നാണയങ്ങളാണ്. അവരുടെ ഓരോ നാണയങ്ങളിലും അക്കാലങ്ങളിൽ അരിവാൾ ചുറ്റുക നക്ഷത്രം ആലേഖനം ചെയ്തിരുന്നു. നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ അരിവാൾ ചുറ്റുക. അത് എല്ലാ നാണയങ്ങളും കമ്പൽസറി ആയിട്ട് ചെയ്തിരുന്നു. അവരുടെ ഈ അരിവാൾ ചുറ്റുക വരാനുള്ള കാരണം എന്താ എനിക്കറിയില്ല. അത് അവരുടെ ഒരു പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു അറക്കാനും അടിക്കാനുള്ളതായിരിക്കും. യൂദാസ് കർത്താവിനെ 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുത്തായിരുന്നു. അതിനൊരു വെള്ളിക്കാശ് നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് ആ വെള്ളിക്കാശ്. ആ 30-1 ഇതാണോ യൂദാസ്? ആ കാലഘട്ടത്തിലെ നാണയമാണ്. അതെ. അപ്പൊ യൂദാസ് ഈ നാണയത്തിന് മോഹിച്ചാണ് നമ്മുടെ പാവം കർത്താവിനെ ഒറ്റ കൊടുത്തത്. ആ കാലഘട്ടത്തിൽ റോമിൽ ഉണ്ടായിരുന്ന ചെമ്പ് നാണയങ്ങളാണ് കാണുന്നത്. ഇതല്ലേ? അതെ.
ഇത് അഗസ്റ്റ്യസ് സീസർ, ഇത് അദ്ദേഹത്തിന്റെ അച്ഛൻ ടൈബീരിയസ് സീസർ. രണ്ടുപേരുടെയും നാണയങ്ങളാണ് ഈ കാണുന്നത്. നമ്മുടെ തക്ഷശില, അതായത് നമ്മുടെ ഈ ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയാം. യൂണിവേഴ്സിറ്റി ലോകത്തിന്റെ പല കോണിൽ നിന്ന് ആൾക്കാർ വന്ന് പഠിക്കുകയും പിന്നെ മറ്റേ രാജാക്കന്മാരൊന്നും അവസാനം കീഴടക്കുകയും നശിപ്പിക്കുകയും ചെയ്ത, എന്നാൽ ഏറ്റവും വലിയ ക്രൈമുകളിലൊന്നായ നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി തക്ഷശില. അവിടുത്തെ നാണയം എന്താ ചേട്ടൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെ ഇതിവിടെ എത്തി? നാണയങ്ങൾ ചരിത്രത്തിന്റെ നേർസാക്ഷികളാണ്. ചരിത്രത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ചില വേണമെങ്കിൽ വ്യക്തി മാറ്റങ്ങൾ വരുത്താം, പക്ഷെ നാണയത്തിന് മാറ്റം വരുത്താൻ കഴിയില്ല. ഇവിടെ ഇരിക്കുന്ന നാണയങ്ങൾ മുഴുവനും ചരിത്രത്തിന്റെ നേർസാക്ഷികളാണ്. അതിലൊന്നാണ് തക്ഷശില. എല്ലാ നാണയത്തിനും ഒരു വലിയ ചരിത്രം പറയാൻ ചരിത്രമുണ്ട്. 24 നില കെട്ടിടമായിരുന്നു തക്ഷശില. അത് കത്തിച്ചാമ്പലായി പോയി. 2000 വിദ്യാർത്ഥികളെ ഒരേ കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന കാലഘട്ടം. നളന്ദ, തക്ഷശില മുതലായ വേൾഡ് യൂണിവേഴ്സിറ്റികളിൽ അതിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് തക്ഷശില. ആ കാലഘട്ടത്തിൽ ഇരുന്ന നാണയമാണ് ആ കാണുന്നത്. നമ്മുടെ കേരളവർമ്മ പഴശ്ശിരാജ പുള്ളിക്കാരൻ ഉപയോഗിച്ച നാണയവും ഇതിനകത്തുണ്ട്, നമുക്ക് കാണാം. എവിടെയാണ് നമ്മുടെ വീരമൃത്യു വരിച്ച പഴശ്ശി തമ്പുരാന്റെ മരണം ഓർമ്മിപ്പിക്കുന്ന നാണയമാണിത്, ഈ കാണുന്ന നാണയം. ഇത് എന്താ മെറ്റൽ എന്താ? അത് സിൽവർ ആണ്. പക്ഷെ അതിൽ പ്രത്യേകതയുള്ളത് T1805 എന്ന് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ വധിച്ച വർഷം 5-1 വെള്ളി രൂപ നാണയം. ചിത്തിരുന്നാൾ രാജാവിന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളാണ് ഈ കാണുന്നത്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഇഷ്ടം പോലെ നാണയങ്ങളെ കാണാം. എന്താന്ന് ഏതാന്ന് എനിക്കൊന്നും അറിയില്ല. ചേട്ടാ പറഞ്ഞത് എന്താ നമ്മുടെ ഈ നാണയങ്ങൾ? തിരുവിതാംകൂറിന്റെ പൂർണ്ണമായിട്ടുള്ള നാണയങ്ങൾ ഇവിടെ കാണാം. സ്വർണം കുറച്ചേ ഉള്ളൂ, ബാക്കി എല്ലാ ചെമ്പ് നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഇതിൽ കാണാം. തിരുവിതാംകൂറിന്റെ ഒരു ചക്രം 16 കാശ്. ഒരു ചക്രത്തിന് 16 കാശ് ചേർന്നതാണ് ഒരു ചക്രം. അന്നത്തെ നാണയ വ്യവസ്ഥ അങ്ങനെയായിരുന്നു. 448 കാശ് ചേരുന്നതാണ് 1 രൂപ. അപ്പൊ ഈ 1 രൂപയ്ക്കുള്ള കാശാണോ ഇത്ര? 448. പക്ഷെ ബ്രിട്ടീഷ് രൂപയ്ക്ക് അതിനെക്കാട്ടിയും കൂടുതൽ കൊടുക്കണം, 456 കൊടുക്കണം. കാരണം ബ്രിട്ടീഷുകാർ നമ്മളെ വലിയണ്ണനല്ലേ അന്നും. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യവസ്ഥ, നാണയ വ്യവസ്ഥ അങ്ങനെയായിരുന്നു. 456 കാശ് ചേരുന്ന ഒരു ബ്രിട്ടീഷ് രൂപ, 456 കാശ് ചേർന്ന 2 അര രൂപ ചേർന്ന 1 രൂപയെ തിരുവിതാംകൂറിൽ ഇറക്കിയിരുന്നുള്ളൂ. 1 രൂപ അടിക്കാൻ അനുവദിച്ചില്ല. കാരണം 1 രൂപ ബ്രിട്ടീഷുകാരടിക്കും. അതിന്റെ കാരണം അറിയാൻ മനസ്സിലായി നിങ്ങൾക്ക്? അതായത് നമ്മുടെ നാണയം അവരുടെ നാണയത്തെക്കാളും വാല്യൂ ഉള്ളതാവാൻ പാടില്ല. അത് തന്നെയാണ് കാരണം. അവരുടെ അധികാരത്തിന്റെ ആ അതിർവരമ്പ് നാണയങ്ങളിലും ഉണ്ടായിരുന്നു, എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. അതാണ് ബ്രിട്ടീഷ് രാജാവ്. ഇത് തിരുവിതാംകൂർ. ചേട്ടാ എന്താണ് ഈ 10 രൂപ? ഇത് 1911 വെള്ളി രൂപ നാണയത്തിൽ ആലേഖനം ചെയ്തിരുന്ന ജോർജ് 5ാമന്റെ രൂപത്തിലെ അലങ്കാര വസ്ത്രം, മേൽ വസ്ത്രം, മേളിലൊരു വസ്ത്രം ആധികാരികമായിട്ട് ഉപയോഗിച്ചിരുന്നു. അലങ്കാര വസ്ത്രത്തിലെ ആനയുടെ രൂപം പന്നിയുടെ രൂപത്തിന് സാദൃശ്യപ്പെട്ടു. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാല്, വലിയ തല, തുമ്പിക്കൈയിൽ നീളം കുറവ്. ഇത് കണ്ടു കഴിഞ്ഞാൽ പന്നിയാണെന്ന് തോന്നും. പക്ഷേ അന്ന് സ്വാതന്ത്ര്യ സമരമുള്ള നടക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോ മുസ്ലിങ്ങളെ മോശപ്പെടുത്തി കാണിക്കാനായിട്ട് ജോർജ് ചെയ്ത കുഴപ്പമാണെന്ന് കാണിച്ചുകൊണ്ട് അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികള് വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി. അതിന്റെ അടിസ്ഥാനത്തില് രാജാവ് മുഴുവൻ നാണയവും പിൻവലിച്ചു. അതില് മിച്ചം വന്ന ചില നാണയങ്ങളാണ് ഈ കാണുന്നത്. ഒന്ന്, അതായത് ഒരു നാണയം ഇറക്കി, അതിനകത്ത് ആനയുടെ രൂപമായിരുന്നു വരേണ്ടിരുന്നത്. പക്ഷെ പണിഞ്ഞു വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ആനയ്ക്ക് കാലിന് നീളം കുറവ്, തുമ്പിക്കൈക്ക് നീളം കുറവ്, കണ്ട ഒരു പന്നിയെ പോലെ തോന്നും. അങ്ങനെ ഒരു അബദ്ധത്തിലുണ്ടായ നാണയമാണ് പിന്നീട് 10 രൂപ എന്നറിയപ്പെടുന്നത്. പിന്നീട് 10 രൂപ, പിഗ് റുപ്പി എന്നറിയപ്പെടുന്നത്. ചേട്ടാ എല്ലാ നാണയങ്ങളും വട്ടത്തിനാണ്. ഇവിടെ നീളത്തിന് 2 കമ്പ് ഇരിപ്പുണ്ട്. എന്താ ഇതെന്താ സംഭവം? നാണയങ്ങൾ വട്ടത്തിലടിക്കുന്ന നിയമമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇത് ബാമിനി സുൽത്താന്റെ നാണയമാണ്. അതിൽ ഒരു സുൽത്താൻ, 18 സുൽത്താൻമാർ ഒരു സുൽത്താൻ അടിച്ച നാണയമാണ് ഇത്. നീളത്തിൽ നാണയം അടിച്ചു, എന്നിട്ട് അറബി ലെറ്റർ അതിൽ ആലേഖനം ചെയ്തു. ആ നാണയത്തിന്റെ പേര് ലാറൻ എന്നാണ്. നാണയത്തിന് പേരുണ്ട്, ലാറൻ. എല്ലാവരും വട്ടത്തിനടിച്ചപ്പോ പുള്ളിക്കാരൻ നീളത്തിനങ്ങ് നാണയം അടിച്ചു. ആ കാണുന്നതാണ് ഈ കാണുന്ന ഈ നീളത്തിനുള്ള. ഈ നാണയത്തെ പിന്നീട് ഹെയർപിൻ കോയിൻ എന്നും പറയുമായിരുന്നു. ഇതാണ് നമ്മൾ കേട്ട ഹെയർപിൻ. മറ്റേ വളയല്ല കേട്ടോ, തലവെക്കുന്ന പിന്നുമല്ല, പൈസയാ പൈസ. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാനാണല്ലോ. പക്ഷെ ഇതിലൊരു പൈസ, കുറച്ച് നാണയം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ തല വെട്ടിക്കളയും.
അത്ര ഡേഞ്ചറസ് ആയ ഒരു നാണയം ഈ കൂട്ടത്തിലുണ്ട്. അതിന്റെ കഥ എന്തുവാ? ഔറംഗസീബിന്റെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നാണയമാണ് ആ കാണുന്നത്. സോഡിയാക് കോയിൻ. സോഡിയാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാശി നാണയങ്ങൾ. അതിലെ ആലേഖനം ചെയ്തിരിക്കുന്നത് 12 രാശികളാണ്. രാശി എന്ന് പറയുമ്പോൾ ഔറംഗസീബിന് വലിയ അലർജിയായിരുന്നു. അതുകൊണ്ട് ആ നാണയം കൈകാര്യം ചെയ്യുന്നവരെയും അത് കൈവശം വച്ചിരിക്കുന്നവരെയും വധശിക്ഷ നടപ്പാക്കിയിരുന്നു ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ. അതായത് ഔറംഗസേബിന് രാശി കുറച്ച് അത് അദ്ദേഹത്തിന്റെ മതത്തിന് അനുകൂലമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ആ പൈസ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവന്റെ തല വെട്ടിക്കളയുമായിരുന്നു. കയ്യിൽ പൈസ ഇരുന്ന വയ്ക്കില്ല, കഴുത്തിന് മുകളിൽ തല കാണത്തില്ല. അത് കണ്ട് ആ വിശിഷ്ട നാണയമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതെന്താണെന്ന് അറിയാമോ? ഇത് നല്ല വെയിറ്റ് ഉണ്ട്. വല്ല പേപ്പർ വെയിറ്റ് അല്ല, പേപ്പർ വെയിറ്റ് അല്ല. ഇതാണ് ഇന്ന് നിലവിലിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നാണയങ്ങളിലൊന്ന്. ഇത് ഓസ്ട്രേലിയയുടെ നാണയമാണ്. ഓസ്ട്രേലിയയുടെ രാജ്ഞിയാണ് അതിൽ ആലേഖനം ചെയ്തേക്കുന്നത്. മറു സൈഡിൽ അവരുടെ ദേശീയ പക്ഷി കുകാബുറ 1 കിലോ പ്യൂർ സിൽവർ നിർമ്മിച്ച നാണയമാണിത്. ഇത് ആൾക്കാർ എങ്ങനെ കൈമാറ്റം ചെയ്യും? ഇത് സാധാരണ കൈമാറ്റത്തിനല്ല, എന്തെങ്കിലും ഗസ്റ്റുകൾ ചെല്ലുമ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ ഉപയോഗിക്കും. അല്ല, ട്രാൻസാക്ഷന് വലിയ ബുദ്ധിമുട്ടല്ലേ. 1 കിലോ നാണയം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വാങ്ങാൻ പറ്റുമോ? അവര് തന്നെ എടുക്കൂല. ഇത് പോക്കറ്റിട്ട് പോകാൻ പറ്റൂല, കയറി പോകും. അതായത് ഏതോ ഓസ്ട്രേലിയൻ രാജാവ് കൊടുത്തത് ഇന്ത്യയിലെ കേരളത്തിലെ തിരുവനന്തപുരത്തെ നമ്മളെ ചേർത്ത് കയ്യിലെത്തി. ഇപ്പൊ എന്റെ കയ്യിലും ഇത് തന്നുവിടാൻ പറ്റുമോ? എന്തായാലും നിങ്ങളത് കണ്ടു. ലോകത്തിലെ ഏറ്റവും വലിയ നാണയം ഇത് ഒരു ഏലസ് ആണ്. നമ്മളെ കഴുത്തിൽ കെട്ടിക്കാം, അരയിൽ കെട്ടിക്കാം. ഏലസ് ആണ്. ഇതിനകത്ത് 200 സ്വർണ്ണ നാണയങ്ങൾ കൊള്ളും. ഒന്ന് കണ്ടുപിടിക്കണം. ഇതെങ്ങനെ തുറക്കുന്നത്? അത് പറഞ്ഞുതരാം. ഇതിന് ഒരു ചെറിയ കുഞ്ഞ് അടപ്പുണ്ട്. ഇത് നോക്കിക്കൊള്ളണം. ഇത് കണ്ടോ? ഇതിങ്ങനെ തുറക്കുക. തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് വേറൊരു അടപ്പും കൂടെ ഉണ്ട്. ഈ അടപ്പും കൂടെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ കയ്യിൽ തട്ടുക. സ്വർണ്ണമാണോ? ഇതെല്ലാം സ്വർണ്ണമാണ്. ഇതാണ് അനന്തരായം പണം, വീരരായം പണം, കലിപ്പണം മുതലായ സ്വർണ്ണ നാണയങ്ങള്. അതിൽ കൊച്ചി പുത്തനുണ്ട്, കായംകുളം രാജാവിന്റെ നാണയമുണ്ട്. കണ്ട് കള്ളന്മാരെ പേടിച്ചത് ടെക്നിക്കാണല്ലേ? അതെ, നമ്മൾ വഴിയാത്രയ്ക്ക് പോകുന്ന അവസരത്തില് കച്ചവടത്തിനായിട്ട് നമ്മള് വേറെ ഏതെങ്കിലും കോഴിക്കോടോ അല്ലെങ്കിൽ കായംകുളത്തോ എവിടെയെങ്കിലും പോകുന്ന അവസരത്തില് ഈ ഏലസിനകത്ത് ഈ നാണയമാക്കിയതിനു ശേഷം അരയിൽ കെട്ടിയിരിക്കും. കണ്ടോ, കള്ളന്മാരെ രക്ഷപ്പെടാനുള്ള ടെക്നിക്കാണത്. അപ്പോ വഴിയിൽ വെച്ച് ആരെങ്കിലും നമ്മളുടെ നാണയം ചോദിച്ചു കഴിഞ്ഞാൽ നാണയം ഇല്ല എന്ന് പറയും. പക്ഷെ നമ്മൾ ഈ നാണയങ്ങൾ ഭദ്രമായിട്ട് ഇതിനകത്ത് വെച്ചേക്കും. നമ്മൾ ആ സ്ഥലത്ത് പോയിട്ട് ഈ സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തതിന് ശേഷം അവിടുന്ന് അതിന്റെ താഴോട്ടുള്ള ചെമ്പ് നാണയങ്ങൾ, വെള്ളി നാണയങ്ങളും വാങ്ങും. അപ്പൊ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് നമ്മളിൽ ധാരാളം സ്വർണം കാണും. അവിടെ കൊണ്ടുപോയാൽ സ്വർണത്തിന് ഭയങ്കര വിലയുള്ള സമയമുണ്ട് അന്നും. അപ്പൊ ഈ സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തതിന് ശേഷം അവിടെയുള്ള ചെമ്പ് നാണയങ്ങൾ വാങ്ങിച്ചിട്ട് ലോക്കലായിട്ടുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് വരും. കണ്ടല്ലോ, പറ്റിക്കാനുള്ള ടെക്നിക്കാണ്. പിന്നെ നമ്മളെ ഈ കായംകുളം കൊച്ചുണ്ണിയൊക്കെ യൂസ് പറ്റിച്ചിട്ടുണ്ട്. അല്ലല്ല, കായംകുളം കൊച്ചുണ്ണിയെ പോലെയുള്ള ആൾക്കാർ പറ്റിക്കാതിരിക്കാനാണ് ഈ സംവിധാനങ്ങള്. അപ്പൊ ചേട്ടാ നേരത്തെ പറഞ്ഞ പോലെ 2300 വർഷം നമ്മുടെ മഹാഭാരതം തൊട്ട് കർത്താവിനെ ഒറ്റ കൊടുത്ത യൂദാസിന് കിട്ടിയ നാണയം തൊട്ട് ഇപ്പൊ ചേട്ടാ 500 രൂപ തരാം ഉണ്ടോ? അല്ല, ഈ പ്രസന്റിലേക്ക് നമുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ഫ്ലാഷ് ബാക്ക് ലൈഫായി. അപ്പൊ ഇത്രയും കാലം ഇത്രയും പഴക്കമുള്ള ചരിത്രം സൂക്ഷിച്ചതിന് ഞങ്ങളുടെ വക ആദ്യം ഒരു നന്ദി. ഈ വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്ക് ഈ ഒരു സമയം തന്നതിനും നന്ദി. താങ്ക് യു വെരി മച്ച്.